ഹായ് നമസ്കാരം, ഞാൻ സെവിൻ്റെ എക്സ്പ്ലോറർ ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് വിശ്വസിക്കുന്നു. ഇന്നിപ്പം നമ്മൾ ഈ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ LBSൻ്റെ ഡിഗ്രി ആൻഡ് പാരാമെഡിക്കലിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ ഡിപ്ലോമയുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യുന്നുള്ളൂ, അത് മൊബൈലിൽ എങ്ങനെ ചെയ്യുന്നുള്ളൂ, അതുപോലെ തന്നെ ഒത്തിരി പേര് ഒത്തിരി സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റീഫണ്ട് എന്നത്തേക്കാവും എന്നുള്ളതുമാണ്. അതുപോലെ തന്നെ PNC മാക്കിനകത്ത് ഇനി എന്തെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ഉണ്ടോയെന്നും, അതുപോലെ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ഡേറ്റ് ഓപ്ഷൻ ഇനി എങ്ങനെ രജിസ്റ്റർ ചെയ്യേണ്ടതെന്നൊക്കെയാണ് ഈ വീഡിയോയായിട്ട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ചില സംശയങ്ങൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ് തേർഡ് അലോട്ട്മെൻറ്റ് വരെ വേറെ കോളേജ് കിട്ടിയില്ലെങ്കിൽ ആ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പോകുമെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഇതിന് വരുന്ന വഴിക്ക് തന്നെ പറയുന്നതായിരിക്കും. അപ്പം നമുക്ക് സമയം കളയാതെ തന്നെ വീട്ടിലേക്ക് കിടക്കാം. അതിന് മുമ്പ് തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെയും ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽ വീഡിയോയും മുമ്പത്തെ തവണ ഡിഗ്രിയുടെ എല്ലാം നമ്മുടെ ചാനൽ വഴി ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ടോപ്പ് 10 പാരാമെഡിക്കൽ കോഴ്സ് ഏതൊക്കെയാണെന്നുള്ളതും ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. അത് കണ്ടിട്ടില്ലെങ്കിൽ അവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മേളിൽ ഐക്കണിലും പിൻ ചെയ്ത് വെച്ചിരിക്കാം. നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് അത് കയറി കണ്ടാൽ മതി. അപ്പോൾ ടോപ്പ് 10 പാരാമെഡിക്കൽ കോഴ്സാണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത്. എല്ലാ കോഴ്സും ചെയ്തിട്ടുണ്ട്. അനസ്തേഷ്യ ആയാലും റേഡിയോളജി ആയാലും ഡയാലിസിസിൻ്റെ ആയാലും എല്ലാം അതിനകത്ത് ടോപ്പ് 10 ആയിട്ടുള്ള ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കയറി കണ്ടാൽ മതി. ഞാൻ അവിടെ മേളിൽ ഐ ബട്ടണിൽ പിൻ ചെയ്ത് വെച്ചിരിക്കാതെ ഉറപ്പിക്കുന്നു. അപ്പം ചാനലൊന്ന് ഇഷ്ടപ്പെടുവാണെങ്കിൽ കയറി മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ സമയം കളയാൻ വീട്ടിലേക്ക് കിടക്കാം. അപ്പം നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുമ്പ് തന്നെ ചിലർ പറയുന്നുണ്ടായിരുന്നു സൗണ്ടിന് ചെറിയൊരു സൗണ്ട് കുറവാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് നല്ലതായിട്ട് കേൾക്കാമെങ്കിൽ ഒന്ന് കേൾക്കാവുന്ന താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണമെന്നുകൂടെ ഓർപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിഗ്രിയുടെ, അതായത് ഡിഗ്രി ആൻഡ് പാരാമെഡിക്കലിൻ്റെയാണ്. അതിനകത്ത് പുതിയ കോളേജും ആഡായിട്ടുണ്ട്. ന്യൂ കോളേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രീ അയ്യപ്പ എന്ന് തോന്നുന്നു. നമുക്ക് അതുകൂടെ ഒന്ന് നോക്കിയേക്കാം. ശ്രീ അയ്യപ്പ എന്ന് പറഞ്ഞ കോളേജാണ് പുതിയതായിട്ട് ആഡായിരിക്കുന്നത്. അതായത് പുതിയ കോളേജ്. അപ്പം നിങ്ങൾക്ക് അവിടെ മാത്രമല്ല ബാക്കിയുള്ളിടത്തെല്ലാം വേക്കൻസി ഉള്ളിടത്തെല്ലാം നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാവുന്നതാണ്. ഇത് ആ വേക്കൻസി ആയിട്ട് പുതിയതായിട്ടൊന്നല്ല, കഴിഞ്ഞ പ്രാവശ്യം വന്ന കോളേജാണ്. പക്ഷേ അവർ 45 സീറ്റ് അവിടെ വേക്കൻ്റ് ആയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ അവിടെ കോളേജ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അൽഫോൺസായിക്കൊക്കെ കിട്ടിയായിരുന്നു തോന്നുന്നു. അൽഫോൺസായി കിട്ടിയവരൊക്കെ NOC മേടിക്കുവാണെങ്കിൽ അവർക്ക് ഇവിടെ വന്ന് ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതായത് കിട്ടിക്കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് അപ്പോൾ NOC അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇവിടെ ഓർപ്പിക്കുന്നു. അപ്പം അൽഫോൺസെക്കാട്ട് നല്ല എനിക്ക് തോന്നുന്നു ഇത് ഈ ശ്രീ അയ്യപ്പ ആണെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരൊക്കെ കയറി ഓപ്ഷൻ വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി സാധ്യത കൂടുതലാണ്. 45 സീറ്റ് അവിടെ വരുന്നതായിരിക്കും എന്നൂടെ ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഓപ്ഷൻ 24-ാം തീയതി തൊട്ട്, അതായത് ഇന്ന് തൊട്ട് 26-ാം തീയതി 26/11/2024 5 മണി വരെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാവുന്നതാണ്. ഈ കോളേജ് മാത്രമേ പുതിയതായിട്ട് അംഗീകരിച്ചു. ശ്രീ അഭയ കോളേജ് ഓഫ് നേഴ്സിംഗ് ആണ് ഓപ്ഷൻ ലിസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ്. അലോട്ട്മെൻറ്റ് 27/11 പ്രസിദ്ധീകരിക്കുമെന്നാണ് കാണിച്ചിരിക്കുന്നത്. അലോട്ട്മെൻറ്റ് ലഭിച്ചവർ 28-ാം തീയതി 5 മണിക്ക് കോളേജ് തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അത് കഴിഞ്ഞ് അവിടെ ഫീസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അടയ്ക്കാവുന്നതാണ്. അതായത് ഈ കോളേജിന് വേണ്ടി മാത്രമുള്ളതാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നത്. കറക്റ്റായിട്ടൊന്നും നോക്കിയില്ല. അപ്പോൾ നിങ്ങൾ ഈ കോളേജാണെങ്കിൽ ഈ കോളേജായിട്ട് തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാവുന്നതാണ്. ഇതുവരെയായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർക്കെല്ലാം വെക്കാവുന്നതാണ്. നല്ല കോളേജാണ്. താല്പര്യമുള്ളവരെല്ലാം വേറെ അൽഫോൺസായോ അല്ലെങ്കിൽ പിന്നെ വേറെ ഒരു കോപ്പറേറ്റീവ് ഒക്കെ ഉണ്ടാകുന്ന ഇടയ്ക്ക് കിട്ടിയൊരു വേണമെങ്കിൽ ഇങ്ങോട്ട് വേണമെങ്കിൽ മാറാവുന്നതാണ്. നിങ്ങൾക്കെല്ലാം വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്നു, അതിൽ കൂടെ ഓർപ്പിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനകത്ത് വഴി പറയാനുള്ളത്. അതുപോലെ റീഫണ്ടിനെ ഇവിടെ തന്നെ വെച്ചങ്ങ് പറഞ്ഞേക്കാം. റീഫണ്ടിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഒത്തിരി പേര് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. റീഫണ്ട് എന്നാകുന്നു. അത് ഇന്നും മെസ്സേജ് അയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് റീഫണ്ട് എടുത്ത് പറയുന്നത്. ഞാൻ തംബ്നെയിലായിട്ട് ആഡ് ചെയ്തിട്ടില്ല, എന്നാലും റീഫണ്ടിനെ കുറിച്ച് തന്നെ പറഞ്ഞേക്കാം. റീഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30-ാം തീയതി വരെയാണ് ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നത്. അതായത് അഡ്മിഷൻ പ്രോസസ്സെല്ലാം നവംബർ 30 കൊണ്ടാണ് ക്ലോസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അവർ അറിയിക്കുന്നതായിരിക്കും എന്നാണുള്ള റീഫണ്ടും കാര്യങ്ങളും പ്രൊസീജിയറൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ടൊരു ഡീറ്റെയിൽ വീഡിയോ ആണ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ അവസാനം വരെ കണ്ടാലേ ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിലും മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ ഇത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ. പിന്നെ ചിലർ സംശയം ചോദിക്കുന്നുണ്ടായിരുന്നു, ഫോണിനകത്ത് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ പറ്റും, രണ്ടിനകത്തും രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഫോണിനകത്തും രജിസ്റ്റർ ചെയ്യാൻ പറ്റും, ലാപ്ടോപ്പിനകത്ത് വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇപ്പം നെറ്റിൻ്റെ ആവശ്യമേ നെറ്റും നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിൽ അപ്പോൾ ആപ്ലിക്കേഷൻ ഐഡിയും രജിസ്റ്റർ ഐഡിയും പാസ്വേഡും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോണിനകത്ത് തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അല്ലാതെ ഫോണിന് കംപ്ലയിൻറ്റോ ഉണ്ടെന്ന് പറഞ്ഞാലും കറക്റ്റ് സേവ് ചെയ്താൽ മാത്രം മതി. അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജെല്ലാം സെലക്ട് ചെയ്തിട്ട് സേവ് ചെയ്ത് പ്രിൻ്റ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രിൻ്റ് വേണമെങ്കിൽ ഒന്ന് എടുത്ത് തരാം. പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പം കിട്ടാൻ സാധ്യത കുറവാണ്. അത് കനോട്ട് ഓപ്പൺ എന്നേ കാണിക്കത്തുള്ളൂ. അത് PDF-ൻ്റെ വേറൊരു ഫയൽ പ്ലേ സ്റ്റോറിൽ കയറി ഡൗൺലോഡ് ചെയ്താൽ മാത്രമേ
നിങ്ങൾക്കത് കാണാൻ പറ്റത്തുള്ളൂ എങ്ങനെയാണെന്നുള്ളത്. പ്രിൻ്റായിട്ട് എടുത്തിലും കുഴപ്പമില്ല. പ്രിൻ്റായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആ സേവ് ഓപ്ഷനകത്ത് താഴെ നോക്കുമ്പോൾ അറിയാം എത്രാമത്തെ കോളേജാണ് നിങ്ങൾ എത്രാമത് വെച്ചേക്കുന്നുള്ളത്. അത് തന്നെയാണ് ആ പ്രിൻറ്റിനകത്ത് കാണിച്ചിരിക്കുന്നത്. അത് വേണമെങ്കിൽ എടുത്ത് കൈവെക്കാം, അല്ലെങ്കിൽ എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സേവ് ചെയ്താൽ മാത്രമേ ഇവിടെ ഉറപ്പിക്കുന്നത്. അപ്പോൾ എത്ര കോളേജ് വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കോളേജ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്നുള്ളതും കൂടെ നമുക്കൊന്ന് ഡിപ്ലോമയുടെ അതിനകത്ത് നോക്കിയേക്കാം. നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കലിൻ്റെ എല്ലാ ഡീറ്റെയിലും പറഞ്ഞിട്ടുണ്ട്. സംശയമുണ്ടെങ്കിൽ താഴെ ചോദിക്കുക. അതിന് മുമ്പ് തന്നെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും ഉണ്ട് നമുക്ക്. 7net Explorer എന്നാണ് ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ പേര്. താല്പര്യമുള്ളവരൊക്കെ കയറി ഫോളോ ചെയ്യുക. അതുപോലെ എന്തെങ്കിലും സംശയമുള്ള കാര്യങ്ങളോ ഓപ്ഷൻ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ചോദിക്കുക. നമ്മളതിന് റിപ്ലൈ തരുന്നതായിരിക്കും കൂടെ ഓർപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഐഡിയിലോട്ട് മെസ്സേജ് ഇട്ടാൽ മതി. 7net Explorer എന്നാണ് ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ പേര്. അപ്പം നമുക്ക് നേരെ ഓപ്ഷൻ രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യുന്നുള്ളൂടെ നോക്കിയേക്കാം. അപ്പം റാങ്ക് ലിസ്റ്റും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഫൈനൽ റാങ്ക് ലിസ്റ്റും എല്ലാം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പം പുതിയതായിട്ട് അവർ പറഞ്ഞിരിക്കുന്ന കാൻഡിഡേറ്റ്സ് ക്യാൻ രജിസ്റ്റർ കോളേജ് ഓപ്ഷൻ ടിൽ 27/11 5 മണി വരെയാണ്. 27-ാം തീയതി 5 മണി വരെ സമയം കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാൻ വേണ്ടിയുള്ള സമയം അത്രയും വരെ ഉണ്ട്. അതായത് ഇന്ന് തൊട്ടല്ലെന്ന് തോന്നുന്നു, ഇന്നലെ തൊട്ട് തുടങ്ങിയാണെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും അഡ്മിഷൻ കാര്യങ്ങളും എല്ലാം കിട്ടും. സീറ്റ് ഒരുപാട് വിഷയം പോലെ വേക്കൻസി കാര്യങ്ങളും എല്ലാം ഉള്ളതാണ്. അപ്പോൾ അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റ് നോക്കാൻ വേണ്ടി അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റ് നോക്കാം. പിന്നെ ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ അലോട്ട്മെൻറ്റിൻ്റെ ഷെഡ്യൂളും കാണിച്ചിട്ടുണ്ട്. പിന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ പ്രസ് റിലീസ് ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ടെൻറ്റേറ്റീവ് ഷെഡ്യൂളോട് നമുക്കൊന്ന് നോക്കിയാൽ. ഇപ്പം ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇവർ കാണിച്ചിട്ടുണ്ട്. പബ്ലിക്കേഷൻ ഓഫ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് കറക്റ്റ് സമയത്തിന് വന്നിട്ടുണ്ടായിരുന്നു. 23-ാം തീയതിയാണ് വന്നിരിക്കുന്നത്. ഓപ്ഷൻ രജിസ്ട്രേഷൻ 23-ാം തീയതി, അതായത് ഇന്നലെ തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. 27-ാം തീയതി വരെയാണ്. ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത് 28-ാം തീയതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ വ്യത്യാസം കാണുമായിരിക്കും. അത് നമ്മൾ അറിയിക്കുന്നതായിരിക്കും. പിന്നെ ഓപ്ഷൻ രജിസ്ട്രേഷനും മോഡിഫിക്കേഷനും റീഅറേഞ്ച്മെൻറ്റും ടില്ല് 30-ാം തീയതി വരെ പറ്റും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഡിസംബർ 2-ാം തീയതി വരുന്നതായിരിക്കും. ബാക്കിയുള്ളതെല്ലാം വരുന്ന വഴിക്ക് തന്നെ ബാക്കിയെല്ലാം പറഞ്ഞു പോകുന്നതായിരിക്കും. അപ്പോൾ ആദ്യം ഇത് ട്രയലും വന്നു കഴിഞ്ഞിട്ട് ഫസ്റ്റും വന്നിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽ എല്ലാം എന്ന് വരുമെന്നുള്ളതെല്ലാം കറക്റ്റായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്നതെന്ന് നോക്കിയേക്കാം. അപ്പോൾ ഒത്തിരി പേര് സംശയങ്ങളുണ്ട് തന്നെ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ആദ്യം നിങ്ങൾ ഈ 3 ഡോട്ടിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളിവിടെ ലോഗിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കുന്നതായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് കാണിക്കും. അപ്പോൾ ആപ്ലിക്കേഷൻ ഐ ഡിയും രജിസ്റ്റർ ഐ ഡിയും നിങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഓപ്പണായി വരുന്നതായിരിക്കും. അതുപോലെ ആപ്ലിക്കേഷൻ ഐ ഡി, രജിസ്റ്റർ ഐ ഡി, പാസ്വേഡ് ഈ മൂന്നും കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു വിൻഡോ ആയിരിക്കും ഓപ്പണായി വരുന്നത്. അപ്പോൾ ഇത് വേറെ നമ്മുടെ തന്നിരിക്കുന്നൊരു സ്റ്റുഡൻറ്റിൻ്റെയാണ് ഈ ആപ്ലിക്കേഷന്. അപ്പം ഇതിനകത്തെല്ലാം കാണിക്കുന്നുണ്ട്. മാർക്ക് എൻട്രി ചെയ്തതും ഫൈനൽ കൺഫർമേഷനും എല്ലാം ഡൺ ആയിട്ടുണ്ട്. അപ്സെപ്റ്റ് ഡേറ്റായും പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്നത് ഇവിടെ ഫോർ ട്രയൽ അലോട്ട്മെൻറ്റും കാണിച്ചിട്ടുണ്ട്. പിന്നെ ഡൗൺലോഡ് യുവർ ആപ്ലിക്കേഷൻ എന്നാണ്. ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം ഒരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു പേപ്പറിനകത്ത് തന്നെ അവർ കാണിക്കുന്നതായിരിക്കും. പിന്നെ ഇതിനകത്ത് ഇതാണ് ബാക്കി പ്രൊഫൈലും ഒക്കെയാണ് അതിനകത്ത് അവിടെ കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഉള്ളത് തന്നെ നമുക്ക് ഇപ്പം കടന്നേക്കാം. അപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ ട്രയൽ അലോട്ട്മെൻറ്റ് ഇവിടെ ഓപ്ഷൻ രജിസ്ട്രേഷനെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു വിൻഡോ ആയിരിക്കും ഓപ്പണായി വരുന്നത്. അപ്പം ഇത് ഞാൻ അതായത് തന്നെ ലാപ്ടോപ്പിനകത്ത് തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാം അത് രാവിലെ തന്നെ എല്ലാം ചെയ്തതാണ്. ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇങ്ങനെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യണം. അത് അറിയാത്തവർക്ക് വേണ്ടി ആദ്യം തന്നെ പറഞ്ഞേക്കാം. ഓപ്ഷൻ നിങ്ങൾക്ക് ഏതാ താല്പര്യമുള്ള കോളേജ്, ഇപ്പം ഹെൽത്ത് ഇൻസ്പെക്ടർ ആണെങ്കിലും അല്ലെങ്കിൽ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്ലോമയിന് നമ്മുടെ ഇത് റൂം അസിസ്റ്റൻ്റ് അതാണ് ഈ കോഴ്സ് ഇതിനകത്ത്. പിന്നെ എല്ലാം ഷോർട്ട് ഫോമാണ് അവർ ഇട്ടേക്കുന്നത്. ഡി ഫാമിൻ്റെ ആയാലും ഇത് ഡി ഫാം എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ DMLT, പിന്നെ HI ആണെങ്കിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ, ബാക്കി എല്ലാം ഷോർട്ടായിട്ട് ഇട്ടേക്കുന്നതുകൊണ്ട് ചിലർക്ക് മനസ്സിലാകാതെ വരുന്നതൊക്കെ ആയിരിക്കും. പിന്നെ ഇത് ഡയാലിസിസിൻ്റെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ET, പിന്നെ DH, ഓരോന്നും ഷോർട്ടാണ്. ഇത് HI ഹെൽത്ത് ഇൻസ്പെക്ടർ, അങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഓപ്ഷനും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ വെച്ചിട്ടുള്ളതാണ്. പിന്നെ DMLTയുടെ ഉണ്ട്. പിന്നെ സ്റ്റെറിലൈസ് എന്ന് പറഞ്ഞൊരു പുതിയ കോഴ്സിനുണ്ട്. പുതിയതെന്ന് പറഞ്ഞാൽ പഴയ കോഴ്സ് തന്നെയാണ്, കുഴപ്പമില്ല. സ്റ്റെറിലൈസ് വെക്കുന്നവർക്കും വേറെ ഒന്നും താല്പര്യമില്ല. സ്റ്റെറിലൈസ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ജോലിയും സാധ്യതയിലോ കിട്ടാൻ സാധ്യതയുണ്ട്. സ്റ്റെറിലൈസ് വെക്കുന്നെങ്കിൽ പുഷ്പേരി കോളേജ് ഓഫ് അലൈഡ് സയൻസ് തിരുവല്ല വെച്ചുകൊണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുമാണ്. അതുപോലെ തന്നെ നല്ല കോഴ്സുമാണ്. താല്പര്യമുണ്ടെങ്കിൽ വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ സ്റ്റെറിലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും നമ്മൾ ഈ പ്യൂരിഫിക്കേഷനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ സ്റ്റെറിലൈസ് വാട്ടർ, അതായത് ഈ കണ്ണിലൊക്കെ നമ്മുടെ ഈ ഐ ഡ്രോപ്പൊക്കെ റോസ് വാട്ടറൊക്കെ ഒഴിക്കുമ്പോൾ അതിനകത്ത് സ്റ്റെറിലൈസ് ചെയ്ത് ആ വെള്ളം ആ കുപ്പിക്കകത്തോട്ട് ആക്കി കഴിയുമ്പം അത് എങ്ങനെയാണ് ചെയ്യുന്നുള്ളതിൻ്റെയൊക്കെയാണ് അത് പഠിപ്പിക്കുന്നത്. എങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അത് പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ അതാണ് ഈ സ്റ്റെറിലൈസ് എന്ന് പറയുന്ന സംഭവം. വാട്ടറിൻ്റെ ഡ്രോപ്പിൻ്റെ ആയാലും അത് കണ്ണിലോട്ടൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴേ
അതിൻ്റെയൊക്കെ അളവും കാര്യങ്ങളും ഒക്കെയാണ് അതിനകത്ത് പഠിപ്പിക്കുന്നത്. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല, എന്നാലും അറിയാമെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതാണ് പഠിപ്പിക്കുന്നത് അതിനകത്ത് വഴി. അപ്പം സ്റ്റെറിലൈസൊക്കെ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. വേറെ ഒന്നും താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്കിത് വെച്ചാലും ജോലി കിട്ടുന്നതായിരിക്കും. പിന്നെ അവിടെ ഫസ്റ്റ് തന്നെ വെക്കാവുന്നതാണ്. നിങ്ങൾക്ക് മാർക്ക് കൂടുതലുള്ളവർക്കൊക്കെ ഫസ്റ്റ് സ്റ്റെറിലൈസിന് തന്നെ ഇവിടെ പുഷ്പരിക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ അടുത്തതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡി ഫാമിന് വേണമെങ്കിൽ നിങ്ങൾക്ക് മാർക്കുള്ളവർ കോട്ടയം മെഡിക്കൽ കോളേജ് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. കോട്ടയം മെഡിക്കൽ കോളേജ് സ്റ്റെറിലൈസിങ് അവിടെ ഉള്ളതാണ്. കോട്ടയം മെഡിക്കൽ കോളേജ് പുഷ്പേരി വേണ്ടാത്തവരുണ്ടെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജ് വെച്ചോ. കിട്ടിക്കഴിയുമ്പോൾ ഒന്ന് ഇൻസ്റ്റാഗ്രാം ഐഡിയിലോട്ട് മെസ്സേജ് ഇട്ടേക്കണം കിട്ടിയെന്ന് പറഞ്ഞൊന്ന്. വീഡിയോ വെച്ചാൽ ലെങ്ത് ആവുന്നുണ്ട്, പക്ഷേ എന്നാലും നിങ്ങൾ നോക്കി അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഉപകാരമായി പോകുന്നതായിരിക്കും. പിന്നെ അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ റേഡിയോ തെറാപ്പിയാണ്. പിന്നെ അത് കോട്ടയം വേണമെങ്കിൽ വെക്കാം, ആലപ്പുഴ വേണമെങ്കിൽ വെക്കാവുന്നവരുണ്ട്. കോഴിക്കോട് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. പിന്നെ തൃശ്ശൂർ വേണമെങ്കിലും വെക്കാവുന്നതാണ്. കോട്ടയം ആലപ്പുഴ ഒരു കുഴപ്പമില്ല. പിന്നെ SC/STക്കാർക്ക് വേണ്ടി വേറൊരു കോളേജ് തുറന്നിട്ടുണ്ട്. പിന്നെ DOTAT ഉണ്ട്, അത് താല്പര്യമുള്ളവർക്ക്. പിന്നെ ഒത്തിരി പേര് ഒന്ന് രണ്ട് പേര് സംശയം ചോദിച്ചത് മാനേജ്മെൻറ്റായിട്ട് ഇതിനകത്ത് എടുക്കാവുന്നതാണ്. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു കോളേജ് ഉണ്ട് മാനേജ്മെൻറ്റായിട്ട്, നമ്മുടെ മുത്തൂറ്റ് പത്തനംതിട്ടയുണ്ട്. അവിടെ ഇച്ചിരി ഫീസ് കൂടുതല, 23 എങ്ങാണ്ടാന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു. അത് ഇതിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നു, ഞാനൊന്ന് നോക്കിയിട്ട് ഇപ്പം പറയാം. ഞാൻ പറഞ്ഞ കോളേജ് ഇതാണ്, മുത്തൂറ്റ് കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ് ആൻഡ് മാനേജ്മെൻറ്റ് സ്റ്റഡീസാണ്. അവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ മാനേജ്മെൻറ്റ് സീറ്റ് ആർക്കെങ്കിലും വേണം. പിന്നെ താല്പര്യമുള്ളവർ മാനേജ്മെൻറ്റ് എടുക്കണമെങ്കിൽ വേണ്ട മുത്തൂറ്റ് കോളേജ് ഓഫ് അലൈഡ് സയൻസ് ആൻഡ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് കോഴഞ്ചേരി പത്തനംതിട്ട നിങ്ങൾക്കത് വെച്ച് നോക്കാവുന്നതാണ്. അവിടെ കിട്ടുന്നതായിരിക്കും. മാർക്ക് കുറവുള്ളവർ അവിടെ ആദ്യം തന്നെ വെച്ച് നോക്കുക, കിട്ടാൻ സാധ്യതയുള്ളതാണ്. അവിടെ ഫീസ് വരുന്നത് എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടുതലാണ്, എന്നാലും മാനേജ്മെൻറ്റ് സീറ്റ് അല്ലേ, അപ്പം പിന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എടുക്കുക. പിന്നെ ഇത് ഓരോന്നിൻ്റെ ഫീസ് എന്ന് പറഞ്ഞാൽ DFAMൻ്റെ 6350 രൂപയാണ് ഗവൺമെൻറ് വരുന്നത്. അതുപോലെ തന്നെ DMLT ആണെങ്കിൽ 7240. അതുപോലെ തന്നെ പ്രൈവറ്റായിട്ടാണെങ്കിൽ, അതായത് സെൽഫിനകത്താണ് 27,500 രൂപയും. പിന്നെ സ്പെഷ്യൽ ഫീസ് 10,000 രൂപയാണ്. 27ഉം 10ഉം 37,500 രൂപ ആവുന്നതായിരിക്കും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം സെയിം തന്നെയാണ്. സ്റ്റെറിലൈസ് ആയാൽ ഗവൺമെൻറ്റിലാണ് 7240, അല്ലാതെ പ്രൈവറ്റിലാണ് 27,500 സ്പെഷ്യൽ ഫീസും വരുന്നതായിരിക്കും. ബാക്കിയെല്ലാം സെയിം ഫീസും കാര്യങ്ങളുമാണ്. പിന്നെ നിങ്ങൾ ഓപ്ഷനെല്ലാം നെക്സ്റ്റ് ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പം നിങ്ങൾക്ക് ഓപ്ഷൻ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നെക്സ്റ്റ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ റിമൂവ് ആക്കണമെങ്കിൽ റിമൂവ് ആക്കിയിട്ട് വേണമെങ്കിൽ വേറെ ഓപ്ഷൻ വെച്ചിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ആദ്യം നിങ്ങൾക്ക് മിക്കവരും താല്പര്യമുള്ളവർ മാർക്ക് ഉള്ളവർക്ക് സെൽഫ് വെക്കുക, അതിനകത്തൊക്കെ ഗവൺമെൻറ് വെക്കുക. അത് കഴിഞ്ഞ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേത് ഗവൺമെൻറ് കിട്ടിയില്ലെങ്കിൽ പിന്നെ സെൽഫ് വെക്കാൻ പറ്റുമോ. മാർക്ക് കൂടിയുള്ളവരാണെങ്കിൽ ആദ്യം ഗവൺമെൻറ് വെക്കുക, അത് കഴിഞ്ഞ് കിട്ടിയില്ലെങ്കിലും പിന്നെ സെൽഫ് വെച്ചാൽ മാത്രം മതി. കിട്ടാത്തവരൊക്കെ ആണെങ്കിൽ മാനുവലി ഞാൻ ഈ പറഞ്ഞ മുത്തൂറ്റ് കോഴഞ്ചേരി നോക്കാൻ വേണ്ടി ശ്രമിക്കുക, അവിടെ ഉറപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ സേവ് ഓപ്ഷൻ വരും. സേവ് ഓപ്ഷൻ നമ്മൾ വിളിച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഇങ്ങനെ ഒരു വിൻഡോ, അതായത് സേവ് കറങ്ങി നിന്ന് കഴിഞ്ഞിട്ട് അത് സേവ് ആയി കഴിഞ്ഞിട്ട് ഇതുപോലെ ഇങ്ങനെ ഇതിനകത്ത് വരുന്നതായിരിക്കും. വേണമെങ്കിൽ പ്രിൻ്റ് എടുത്താൽ മതി, പ്രിൻ്റ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. സേവ് ആക്കി കഴിയുമ്പം സേവ് ആയോ എന്ന് നോക്കിയാൽ മതി. സേവ് ആയി കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ വരും. എന്നിട്ട് പിന്നെ ഹോം എടുത്തിട്ട് പിന്നെ ഒന്ന് കയറി വന്ന് ഇതിവിടെ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, ഓപ്ഷൻ രജിസ്റ്റർ ആയിട്ടുണ്ടെന്നൂടെ ആണ് അതിൻ്റെ അർത്ഥം ഒന്നുകൂടെ ഓർപ്പിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ചാനൽ കയറി മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കൂടി ചെയ്യുക. അടുത്തൊരു വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ബാക്കിയുള്ള ഫീസും ഡീറ്റെയിൽസും എല്ലാം ഇത് തന്നെയാണ്. ഇതിനകത്ത് വ്യത്യാസങ്ങൾ കാര്യങ്ങളൊന്നും വരത്തില്ല. പ്രൈവറ്റ് ആയിട്ടുള്ളതാണെങ്കിലും ആ ഫീസും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ചാനൽ കയറി മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇൻസ്റ്റാഗ്രാം ID 78Explorer എന്നാണ്. താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ കൊണ്ട് ശ്രമിക്കുക. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. ബൈ.